നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ഡിസംബർ മാസം 20-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോമുകൾ നമ്മൾ സമർപ്പിച്ചിരുന്നു. അതിൻ്റെ ഡിജിറ്റലൈസേഷൻ നടപടികൾ 100% പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ 24 ലക്ഷത്തിനടുത്ത് ആളുകൾ വരും. അതുകൊണ്ട് തന്നെ നിലവിൽ അവർ യോഗ്യതയുള്ളവരാണോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. നിങ്ങളുടെ പേര് അതിലുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കുക. കാരണം ഇതിൽ മരണപ്പെട്ടവരുണ്ട്, അതോടൊപ്പം തന്നെ എന്യൂമറേഷൻ ഫോം കൈപ്പറ്റാത്തവരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സ്ഥലത്ത് ഇല്ലാതിരുന്നവർ, അങ്ങനെ കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഇനി ഇതോടൊപ്പം തന്നെ മരണപ്പെട്ടവരോ അല്ലെങ്കിൽ ഒന്നിലധികം, അതായത് പേര് ഇരട്ടിച്ച് വന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങളാണ് ഇത്തരത്തിൽ ഗുണഭോക്താക്കളെ അല്ലെങ്കിൽ സമ്മതിദായകരെയൊക്കെ തന്നെ തരംതിരിച്ചിട്ടുള്ളത്. ഒഴിവാക്കപ്പെട്ടവർ പൂർണ്ണമായിട്ടും ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിൽ ജീവിച്ചിരിപ്പുള്ള അല്ലെങ്കിൽ അർഹതയുള്ള ഏതെങ്കിലും വോട്ടർമാരുണ്ടെങ്കിൽ കൃത്യമായിട്ട് അക്കാര്യങ്ങൾ നിങ്ങളെല്ലാവരും BLOമാരെ അറിയിക്കേണ്ടതാണ്. ആദ്യഘട്ടത്തിലെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ മാസം 23-ാം തീയതി ആയിരിക്കും. അന്ന് ലിസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കൃത്യമായി പരിശോധിക്കണം. നിങ്ങളുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. തുടർന്ന് ജനുവരി മാസം 21-ാം തീയതി 22-ാം തീയതി വരെ പരാതികളും അപ്പീലുകളും ഒക്കെ തന്നെ നൽകാനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. അതിനുശേഷം ഫെബ്രുവരി 21-ാം തീയതി ആയിരിക്കും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സ്ത്രീകൾക്ക്, അതും വ്യക്തിഗതമായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് സംരംഭങ്ങളൊക്കെ തന്നെ കുടുംബശ്രീയുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും കുടുംബശ്രീ അംഗങ്ങളൊക്കെ ആണെങ്കിൽ CDS മുഖാന്തരം അല്ലെങ്കിൽ CDSൻ്റെ താഴെത്തട്ടിലുള്ള ഗ്രൂപ്പുകൾക്ക് വിവിധ വായ്പകളൊക്കെ തന്നെ ലഭ്യമാകുന്നതാണ്. സ്വയം തൊഴിൽ വായ്പകളായിട്ടാണ് ഇവിടെ തുക വിതരണം ചെയ്യുന്നത്. വനിതാ വികസന കോർപ്പറേഷൻ നൽകുന്ന വ്യക്തിഗത ഗ്രൂപ്പ് വായ്പകൾ, അതും 6% മുതൽ 9% വരെയൊക്കെ പലിശ നിരക്കിൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധിയിൽ വസ്തുജാമ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യത്തിൻ്റെയോ ഒക്കെ തന്നെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അനുവദിക്കുക. മാത്രമല്ല കുറഞ്ഞ പലിശയിൽ ലഭിക്കുന്ന വായ്പാ പദ്ധതികളാണിവ. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ വനിതാ വികസന കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വനിതാ വികസന കോർപ്പറേഷൻ വെബ്സൈറ്റിൽ വിശദാംശങ്ങളൊക്കെ തന്നെ ലഭ്യമാണ്. ഇനി അതുമല്ലെങ്കിൽ അടുത്തുള്ള വനിതാ വികസന കോർപ്പറേഷൻ ഓഫീസിൽ വിളിച്ച കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുക. അതിനുശേഷം ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ പ്രധാനമായും 5 സെൻറ്റിൽ കുറയാതെ വസ്തു ഉള്ളവർക്കായിരിക്കും അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം വസ്തു ജാമ്യത്തിലാണ് അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുക. വനിതാ വികസന കോർപ്പറേഷൻ നൽകുന്ന വായ്പാ പദ്ധതികളിലേക്ക് 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗം NPS നീല, NPNS വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗം PHH പിങ്ക് കാർഡുകളിലേക്ക് മാറ്റുന്നതിനായിട്ടുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി ഡിസംബർ മാസം 31-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഡിസംബർ 31-ാം തീയതി വൈകിട്ട് 5 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. ഇതിനു മുൻപ് നീല വെള്ള കാർഡുകളിൽ നിന്നും പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് മാറുവാനുള്ളവരുടെയൊക്കെ തന്നെ അപേക്ഷ ക്ഷണിച്ചപ്പോൾ അപേക്ഷ കുറവായിരുന്നു. അതിനാൽ തന്നെ അപേക്ഷിച്ച ഭൂരിഭാഗം ആളുകൾക്കും പിങ്ക് കാർഡുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. പിങ്ക് റേഷൻ കാർഡിൽ വളരെയധികം ഒഴിവ് നികത്താതെ ഉള്ളതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ ഈ മുൻഗണനാ BPL കാർഡിൻ്റെ കാര്യം, അത് സംസ്ഥാനത്ത് നിന്ന് അനുവദിച്ചിരിക്കുന്ന എണ്ണം അത് കുറയ്ക്കുമോ എന്നുള്ള സംശയം വന്നതിൻ്റെയൊക്കെ തന്നെ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും പിങ്ക് റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചാൽ നമുക്കറിയാം കൂടുതൽ റേഷൻ വിഹിതം, അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങൾ, ധനസഹായങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. അതിനാൽ തന്നെ അർഹതയുള്ളവർ ഡിസംബർ മാസം 31-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ അപേക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തിയാവുകയാണ്. വളരെ വൈകാതെ തന്നെ കൈകളിലേക്കുള്ള വിതരണവും പൂർത്തിയാകുന്നതായിരിക്കും. ഇനി അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കേണ്ടവർക്ക് ആ രീതിയിലുള്ള സഹായം കൂടി ലഭിക്കുന്നതായിരിക്കും. 25-ാം തീയതി ക്രിസ്തുമസ് ആണ്. അതിന് മുൻപ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ തുക നൽകുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള വിതരണം ഭൂരിഭാഗവും പൂർത്തിയാകാറായിട്ടുണ്ട്. 2000 രൂപ വീതമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഡിസംബർ മാസത്തിൽ മറ്റ് പെൻഷൻ വിതരണം ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ക്രിസ്മസ് പുതുവത്സരമൊക്കെ തന്നെ പ്രമാണിച്ചാണ് ഈ മാസത്തെ പെൻഷൻ വിഹിതം അത് സർക്കാർ ഇപ്പോൾ നേരത്തെ ആക്കിയത്. 15-ാം തീയതി വൈകുന്നേരം മുതൽ തന്നെ വിതരണം ആരംഭിച്ചിരുന്നു.
ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് തുക ലഭിച്ചിട്ടില്ല എങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ സേവനയുടെ പെൻഷൻ സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. അവിടെ സ്റ്റാറ്റസ് പരിശോധിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് പരിശോധിക്കുക. അതിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം DBT സെല്ലുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ അറിയിക്കുക. ആനുകൂല്യം ലഭിച്ചിട്ടില്ല എങ്കിലും തുടർച്ചയായിട്ട് ആനുകൂല്യം ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ടൊന്ന് നിങ്ങൾ പറയുക. എന്താണ് മുടങ്ങിക്കിടക്കാനായിട്ട് കാരണമെന്ന് അവിടെ നിന്ന് കൃത്യമായി വിളിച്ചന്വേഷിച്ച് മനസ്സിലാക്കുക. വേണ്ട ക്രമീകരണങ്ങൾ അതുപോലെ തന്നെ വേണ്ട തിരുത്തലുകളൊക്കെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അത് നിങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസം വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച ഡിസംബർ 19-ാം തീയതി 22 സ്വർണ്ണത്തിന് ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 12,300 രൂപയിലും പവന് 480 രൂപ കുറഞ്ഞ് 98,400 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.